ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. സോ നമ്മളിവിടെ ഒരു വീക്കെൻഡ് ആയപ്പം നമ്മളൊന്ന് പുറത്ത് പോകാൻ കേട്ടോ. ലൈക്ക് നമ്മൾ പോണത് ജിവാൻ ഐലാൻഡിലാണ് പോണത്. അപ്പോൾ ഞാൻ അതൊരു വ്ളോഗായിട്ട് കീപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ മെട്രോയിലാണ് നമ്മൾ പോണത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇഷാൻ ബേബിയും എല്ലാവരും കൂടെ റെഡിയായി നമ്മളിവിടെ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സോ ഇത് ലക്തഫിയ മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. സോ ഇവിടെ നിന്ന് കുറച്ച് ഒരു 5 മിനിറ്റ്സ് നമുക്ക് പോകാനുള്ളൂ ജിവാൻ ഐലാൻഡിലേക്ക്. സോ ബേബി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്. അവനിപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇടയ്ക്ക് എപ്പോഴേലും ഇങ്ങനെ ഒരു ഇത് കാണിക്കും. പക്ഷെ കൂടുതലും ആൾ ഒന്നില്ലെങ്കിൽ ഉറങ്ങും അല്ലെങ്കിൽ പുറത്തെ കാഴ്ചകൾ നോക്കിയിരിക്കും. അങ്ങനെയാണ് അവൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ലക്തഫിയ മെട്രോ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയിട്ട് നമ്മൾ മെട്രോ ബസ്സിലാണ് കേട്ടോ പോണത്. സോ ഇവിടുന്ന് ജസ്റ്റ് 5 മിനിറ്റ്സ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ജിവാൻ ഐലാൻഡ് എത്തും. സോ ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഖത്തറിലാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കൂടുതൽ വിശേഷങ്ങൾ കാണാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പം ജിവാൻ ഐലാൻഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് പോകുന്ന ആ ഒരു വഴിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് എടുത്തു വെച്ചു. പിന്നെ ഇങ്ങനെ ലൈക്ക് വൈറ്റ് കളർ പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പകൽ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി രസമായേനെ. അപ്പോൾ ഇപ്പോൾ ഖത്തർ ഭയങ്കര രസമായിട്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ എനിക്ക് തോന്നിയത് ഇവിടെ കുറച്ചുകൂടെ ഇവർ ഭയങ്കര ഓരോ എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ കൊണ്ടുവന്ന് ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഷാൻ ബേബീനെയും കൊണ്ടുവരുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരികയാണെങ്കിലും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ ആ റൂട്ടീനിലേക്ക് പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഞാനിപ്പോൾ പതുക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടേതായിട്ടുള്ളൊരു ഫാമിലി നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുമ്പം കിട്ടുന്ന ഒരു ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ടല്ല ഇപ്പോഴാണ് കൂടുതലായിട്ട് പറയാറുള്ളത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫാമിലിക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഞാൻ അങ്ങനെ ഒരാളായിരുന്നില്ല. എനിക്ക് കൂടുതലും എൻ്റെ വീട്ടിൽ നിൽക്കാനും അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ആളാണ്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ പതുക്കെ മനസ്സിലാക്കി തുടങ്ങിയത്, നമ്മൾ പതുക്കെ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇവോൾവ് ചെയ്ത് വരണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തും ആ ഒരു ഇമ്പോർട്ടൻസ് കിട്ടുള്ളൂ. നമ്മൾ സ്ഥിരമായിട്ട് എപ്പോഴും ഞാൻ ഇവിടെ തന്നെ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിന് ഐ ഡോണ്ട് തിങ്ക് അതൊരു വാല്യൂബിളായിട്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ ജിവാൻ ഐലാൻഡിലെത്തി. നമ്മൾ പറഞ്ഞ് വേറെ എവിടെയൊക്കെ പോയിട്ടോ. അപ്പോൾ ഇവിടെ നല്ല രസമായിട്ട് അവർ ലൈറ്റിങ്സ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈറ്റിങ്സ് തന്നെയാണ്. അപ്പോൾ കുറേ പേരുണ്ട് കേട്ടോ. ലൈക്ക് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഈ ലൈറ്റിങ്സ് എൻജോയ് ചെയ്യാനും അതിന് വേണ്ടിയിട്ട് കുറേ പേര് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഫിഷിൻ്റെ ഷേപ്പിലുള്ള കുറേ ഉണ്ട്. പിന്നെ ഒരു ക്രിയേച്ചേഴ്സൊക്കെ അതിനകത്ത് വെച്ചിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ നടന്നൊക്കെ നോക്കാൻ പറ്റും. അങ്ങനെ വേറൊരു ആംബിയൻസ് തരുന്ന ഒരു പ്ലേസാണിത്. സോ ഇവിടെ മെയിൻലി ഇത്രയേ ഉള്ളൂ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. ഇൻസ്റ്റഗ്രാമബിളായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇവിടെ വന്ന് ഫോട്ടോസ് എടുക്കാം. പിന്നെ ഇവിടെ കുറേ കഫേസൊക്കെ ഉണ്ട് സൈഡിലൊക്കെ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കാം. അങ്ങനെ റേറ്റ് അത്യാവശ്യം ഉണ്ടാവുമെന്ന് തോന്നുന്നു, സിൻസ് ദ പ്ലേസ് ഇസ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഞാനും അയാനും കൂടെ കുറച്ച് ഓരോരോ ക്രിയേച്ചേഴ്സിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഇത് കണ്ടു വന്നോളൂ. പിന്നെ ഇവിടെ ഇങ്ങനെ ഇതിന് തന്നെ ബിൽഡിങ്സിൻ്റെ ഒരു മിനിയേച്ചർ ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. UDC ആ ബിൽഡിങ്ങും അങ്ങനത്തെ കുറേ ബിൽഡിങ്സിൻ്റെ ഒരു മിനിയേച്ചർ ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഈ സമയത്തെല്ലാം നമ്മുടെ ഇഷാനു
ബേബി ഉറങ്ങിക്കൊണ്ടിരിക്കുക തന്നെയായിരുന്നു ഗൈസ്. അപ്പം നമുക്ക് അവനെ ഒന്ന് എണീപ്പിക്കണം എന്നൊരാഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് അവൻ എണീച്ചിട്ട് ആ ലൈറ്റിങ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനുള്ളത്. പക്ഷേ അവനിപ്പോഴും കുഞ്ഞു ബേബിയല്ലേ, അപ്പോൾ അവനതൊന്നും അത്ര അറിയാറായിട്ടില്ല. അപ്പോൾ അവൻ്റെ ഉറക്കം കണ്ടിന്യൂ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവനെ ഡിസ്റ്റർബ് ആക്കാൻ പോയില്ല. അങ്ങനെ പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനും അയാനും കൂടെ തന്നെ ഇവിടെ ഒന്ന് നടന്ന് എക്സ്പ്ലോർ ആക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ രണ്ടുപേരും കൂടെ നടക്കാൻ പോയി. അപ്പോഴാണ് അവിടെ ഒരു ഇൻസ്റ്റാഗ്രാമബിൾ ആയിട്ടുള്ളൊരു കഫേ ഞാൻ കണ്ടത്. ഒരു സൈക്കിളുടെയൊക്കെ ഒരു ഇതിൽ ഒരു തീമൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ ചെസ്സ് കളിക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും അയാനും കുറച്ചിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ ഒരു ഫൗണ്ടെയിൻ ഉണ്ട് കേട്ടോ, ലൈക്ക് കുട്ടികൾക്ക് അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു ഫൗണ്ടെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ അത് ആ ഒരു സെറ്റപ്പ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് ഇടയ്ക്ക് വീക്കെൻഡ്സിലൊക്കെ ഇങ്ങനെ പുറത്ത് പോയിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു നമ്മളുടേതായിട്ടുള്ളൊരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് മീൻസ് ട്രൈ ചെയ്യണം. ലൈക്ക് എപ്പോഴും നമുക്കിങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാലും മടുപ്പായിരിക്കും അല്ലേ. അങ്ങനെ നമ്മുടെ ഇഷാൻ ബേബി പതുക്കെ എണിച്ചിട്ടുണ്ട്. അവനിങ്ങനെ എന്താണ് ഈ സംഭവം എന്നൊക്കെ പറഞ്ഞ് നോക്കുകയാണ്. ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവൻ്റെ ഫീഡിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സോ ഇവിടെ ഇങ്ങനെ തിരിച്ച് നടക്കുമ്പോഴും ആ ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടുത്തെ ബിൽഡിങ്സും ആ ഒരു ബീച്ച് പോലത്തെ ഒരു സെറ്റപ്പൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കിടു വ്യൂ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് അതിൻ്റെയും വീഡിയോസ് എടുത്ത് വെച്ചു. പിന്നെ ഇവിടെ വേറൊരു റൂട്ടിൽ കൂടെ നമ്മൾ നടന്നപ്പോൾ അവിടുത്തെ ലൈറ്റിങ്സ് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ പിന്നെ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ കുറച്ചുകൂടെ കണ്ടു പോയിക്കോളൂ. Sin amor, vos tan cruda, yo al galope y sin razón. Nos fuimos a sembrar un vivero sin color y una lluvia inundó lo que quedó. അപ്പോൾ ഗൈസ്, നമ്മൾ തിരിച്ചു പോകണ വഴിക്ക് 2 പപ്പീസിനെയും കണ്ടു. ഞാൻ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോ എടുത്തു. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ.